പെയിൻറ് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് പെയിൻറ്റിങ് ബ്രഷ് ഇല്ലാത്തത്. അപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്കെച്ച് എടുക്കുക. ഓക്കെ, സ്കെച്ച് എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളിത് തുറന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം പുറത്തിടണം. അപ്പോൾ ഈ സാധനം കൊണ്ടാണ് നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ വെള്ളം എന്തിനാണെന്നാണ് വെച്ചാൽ ഇതിലത്തെ മഷി ഫുള്ള് കളയണം. നമ്മൾ ഒറ്റ പൊട്ട് ബാക്കി വെക്കാൻ പറ്റില്ല. ഫുൾ വൈറ്റ് ആവുന്നത് ഈ വൈറ്റ് ആവണം. അപ്പോൾ നമുക്ക് വൈറ്റ് അവിടെ വരെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതിലത്തെ കളറൊക്കെ പോകണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി അങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ച് ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കോല് വെച്ച് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കോല് വെച്ച് ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തിട്ട് ഇത് വർക്കാവണമെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്കാവില്ലേന്ന് നോക്കാം. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഓഫ് ദ പെയിൻറ്റിങ് ബ്രഷ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെയിൻറ്റിങ് ബ്രഷാണ്. ഇനി നമുക്ക് ഒന്ന് ഇത് വെച്ച് വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞാൽ ഫ്ലവറാണ് കേട്ടോ വരച്ച് കൊടുക്കണേ. നന്നായിട്ടൊരു സർക്കിൾ തീമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സർക്കിളായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ റെഡും കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്ലവറാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മൾ വരച്ച ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. ഈ പെയിൻറ്റിങ് ബ്രഷ് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.